നമ്മുടെ കണ്ണിനാണല്ലേ, അപ്പൊ നമുക്കത് മനസ്സിലാവും. പിന്നെ എന്റെ സെക്കൻഡ് മാരേജ് ആണ്. ഫസ്റ്റ് മാരേജിനെ കുറിച്ചൊന്നും എനിക്ക് പറയാൻ താല്പര്യമില്ല. ഞാൻ ആ ലൈഫ് ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. സോ അതിനെപ്പറ്റി കുത്തി ചോദിക്കല്ല. റിഫ മാനു. ഒരു വർഷത്തിന് മുമ്പ് മലയാളികളുടെ എല്ലാം ഒരു ചർച്ചാ വിഷയമായിരുന്നു റിഫ മാനു. കാരണം റിഫ മാനുവിൻ്റെ പെട്ടെന്നുള്ള മരണം തന്നെയാണ്. ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായ ഒരു വിഷയം തന്നെയാണ്. റിഫ മരിച്ച് 1-2 വർഷം തികയുന്നതിന് മുമ്പ് തന്നെ മെഹനു പുതിയ വിവാഹം കഴിച്ചു. പുതിയ വിവാഹം കഴിഞ്ഞതോടെ മെഹനു ഡെയിലി വീഡിയോ ഇടാൻ തുടങ്ങി. സോഷ്യൽ മീഡിയയിലൊക്കെ സാധാരണ പോലെ തന്നെ നല്ല ആക്റ്റീവായി മെഹനുവും ഭാര്യയും. ഇതിനിടയിലാണ് മെഹനു ഞങ്ങൾ സെപ്പറേറ്റ് ആയി എന്ന് ഒരു പോസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടത്. ഒരു പോസ്റ്റ് ഇട്ട് ഒരു ദിവസം കഴിഞ്ഞപ്പോഴാണ് അറിയപ്പെട്ട ഒരു യൂട്യൂബ് ചാനലിൽ മെഹനുവും പിരിഞ്ഞു എന്ന വാർത്ത അറിഞ്ഞത്. കേസിൽ ാസിന്റെ കൂടെ ഒരുപാട് മുന്നിട്ടിറങ്ങിയ ഒരു വ്യക്തിയായിരുന്നു ഖാദർ കരിപ്പെട്ടി. റിഫ മാനു കേസ് നടക്കുന്നതിന് അനുകൂലമായി ഒരുപാട് കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയ ഒരു വ്യക്തിയായിരുന്നു ഇയാൾ പറയുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയാം. ഞാനൊരു സ്രോതസ്സിൽ നിന്നാണ് അറിഞ്ഞത്. ആ പേരോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വിവരമോ ഞാൻ പറയാൻ തയ്യാറാകുന്നില്ല. അതായത് ഈ രണ്ടാമത് റിഫ കഴിഞ്ഞിട്ട് രണ്ടാമത് മെഹനാസിന്റെ അരികിലേക്ക് എത്തിയ ഈ പെൺകുട്ടിയും മെഹനാസിന്റെ അതിക്രമത്തിന് ഇരയാക്കപ്പെട്ടു എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതായത് രാത്രിയിൽ റൂമിൽ വെച്ച് മർദ്ദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ലഭിച്ച ഒരു വിവരം. അത് ഈ പെൺകുട്ടിക്ക് വേണ്ടപ്പെട്ട ഒരാളോട് പറയുകയും ആ വേണ്ടപ്പെട്ട ഒരാള് മറ്റൊരാളോട് പറയുകയും ചെയ്തു. ഈ രണ്ടുപേരുടെയും പേരോ കാര്യങ്ങളോ ഞാൻ പറയാൻ തയ്യാറാവുന്നില്ല. എനിക്കത് പറയാൻ. മെഹനാസിനെ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. റിഫയുടെ ഭർത്താവാണ് മെഹനാസ്. അപ്പോൾ റിഫ ആരാണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ വർഷം മീഡിയയിലൊക്കെ നല്ല ആക്റ്റീവായ ഒരു ഇൻഫ്ലുവൻസർ ദുബായിൽ വെച്ച് തൂങ്ങി മരിച്ചതായി ഒരു ന്യൂസ് എല്ലാ സോഷ്യൽ മീഡിയയിലും ഉണ്ടായിരുന്നു. ഒരു ഇൻഫ്ലുവൻസറായ റിഫയുടെ ഭർത്താവാണ് മെഹനാസ്. മെഹനാസും ജോലി ചെയ്യുന്നത് ദുബായിലായിരുന്നു. അവിടെ വെച്ചായിരുന്നു റിഫയുടെ തൂങ്ങി മരണം. ആ ഒരു കേസിൽ മെഹനാസ് റിഫയുടെ ഈ ആത്മഹത്യക്ക് പുറമേ തന്നെ പ്രേരണ കുറ്റത്തിന് മെഹനാസിനെതിരെ കേസുണ്ടായിരുന്നു. ഈ കേസ് നടക്കുന്നതിനിടയിലാണ് വീണ്ടും ഒരു വിവാഹം കഴിച്ചത്. ഇപ്പം മരിച്ചതിൻ്റെ ഈ ഒരു കേസിന് വേണ്ടി മെഹനാസിൻ്റെ കൂടെ ഏറ്റവും മുൻപന്തിയിൽ നിന്ന ഒരാളായിരുന്നു ഖാദർ കരിപ്പെട്ടി. അപ്പോൾ ഈ റിഫയുടെ ഈ കേസ് നിലവിലുള്ളപ്പോൾ തന്നെ മെഹനാസ് വീണ്ടും ഒരു കല്യാണം കഴിച്ചു. സഫ എന്നായിരുന്നു അവളുടെ പേര്. കല്യാണം കഴിഞ്ഞ് പിന്നെ അവർ ജീവിതത്തിലേക്ക് കടന്ന ശേഷം സഫ എന്ന ഈ പെൺകുട്ടിയുമായി പിന്നീട് മെഹനു സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല ആക്റ്റീവായിരുന്നു. പണ്ട് റിഫയുമായ റീൽസുകളും അതുപോലെ ഫോട്ടോസുകളും ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ റിഫയുമായിട്ടും വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങി. ഈ ഒരു സമയത്ത് തന്നെ റിഫയുടെ പേര് വെച്ചിട്ട് സഫയുമായി കുറേ സൈബർ അറ്റാക്ക് നടന്നിട്ടുണ്ട് ഇവർക്ക്. അപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ തന്നെ അവർ പിന്നീട് റീൽസുകളും അതുപോലെ തന്നെ ഫോട്ടോസുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം ഒരു വീഡിയോസൊക്കെ ഇടലൊക്കെ കുറച്ചായിട്ട് നിർത്തി വച്ചിരുന്നു. പിന്നീട് പെട്ടെന്നൊരു ദിവസം മെഹനാസിൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു. വി ആർ സെപ്പറേറ്റഡ്, നോ മോർ എക്സ്പ്ലനേഷൻ. അവർ സെപ്പറേറ്റായി, ഇനി അതിനെക്കുറിച്ച് ആരും ഒന്നും ചോദിക്കേണ്ട, അതിനെക്കുറിച്ച് യാതൊന്നും ഇനി പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സ്റ്റോറി ഇട്ടത്. നമ്മളെ ഖാദർ കരിപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫയുടെ കാര്യങ്ങളിലൊക്കെ കൂടുതൽ മെഹനാസിൻ്റെ കൂടെ ഓരോ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിന്ന ഒരാളായിരുന്നു ഖാദർ കരിപ്പൊടി. ആ വീഡിയോ ആണ് നമ്മൾ നേരത്തെ ഇട്ട വീഡിയോസ്. ഇപ്പോൾ മെഹനാസ് ഈ സ്റ്റോറി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ഖാദർ കരിപ്പൊടി അവരുടെ യൂട്യൂബ് ചാനലായ പബ്ലിക് കേരളയിൽ ഈ മെഹനാസിനെ പറ്റിയിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതോടെ പല യൂട്യൂബ് ചാനലും ഈ ഖാദർ കരിപ്പൊടി ചാനലിന് വീഡിയോസുകൾ എടുത്തിട്ട് പിന്നെ കുറേ ആളുകൾ ഇങ്ങനെ റിയാക്ഷൻ കണ്ടൻ്റ് ആയി മെഹനാസിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഇടാൻ തുടങ്ങി. പിന്നീട് മെഹനാസിൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഒരു 3 സ്റ്റോറി ഇട്ടു. ആദ്യത്തെ സ്റ്റോറി ഇങ്ങനെയായിരുന്നു: ഫേക്ക് ന്യൂസ് നിർത്താനായില്ലേ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട്.
ഇതിൻ്റെ അർത്ഥം നമ്മൾ എല്ലാവരും പറയുന്നത് ഫേക്ക് ന്യൂസ് ആണെന്നാണ് ഈ മെഹനാസ് പറയുന്നത്. അല്ല, അവർ സെപ്പറേറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് സ്റ്റോറി ചെയ്തത് മെഹനാസ് തന്നെയല്ലേ? അപ്പോൾ ഈ ഒരു കാര്യം നമ്മളെ മുമ്പിലേക്ക് ഇട്ട് വന്നിട്ട് പിന്നെ ഫേക്ക് ന്യൂസ് ആണെന്ന് പറയുകയാണ് ഇപ്പോൾ മെഹനാസ്. സെപ്പറേറ്റഡ് എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ സ്റ്റോറി ഇട്ടിട്ട് പിന്നെ ഇത് ഫേക്ക് ന്യൂസാണെന്ന് എങ്ങനെ ഈ മെഹനാസിന് പറയാനാവും? പിന്നെ രണ്ടാമത്തെ സ്റ്റോറി അവരിട്ടിട്ടുള്ളത്, ഞങ്ങൾ കയ്യിൽ ഫോണില്ലാത്തത് കൊണ്ടാണ് ഇവർക്ക് റിപ്ലൈ ചെയ്യാൻ വൈകുന്നത് എന്നാണ് മെഹനാസ് രണ്ടാമത്തെ സ്റ്റോറിയിൽ പറയണത്. എന്തായാലും നിങ്ങളെ മുമ്പിൽ വന്ന് സംസാരിക്കുന്നതാണ്. അതായത് അവരുടെ കയ്യിൽ ഫോണില്ല, അതുകൊണ്ട് വീഡിയോക്ക് റിപ്ലൈ തരാൻ പറ്റില്ല എന്നൊക്കെയാണ് മെഹനാസ് പറയുന്നത്. അല്ല മെഹനാസേ, അപ്പോൾ ഈ സ്റ്റോറി ഇടുന്നത് പിന്നെ ഏത് ഫോണിലാണ്? അതൊന്ന് പറയാമോ? എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ഫോണിലല്ലാതെ ചിലപ്പോൾ ചെയ്യാൻ പറ്റുമായിരിക്കും. എന്തായാലും ഫോണൊക്കെ ആയിട്ട് പതുക്കെ വന്നിട്ട് നിനക്ക് റിപ്ലൈ തരണം കേട്ടോ മെഹനാസേ. അടുത്ത സ്റ്റോറി നമുക്ക് നോക്കാം. ഖാദർ കരിപ്പൊടി കാരണം ഒരു തെറ്റും ചെയ്യാത്ത എന്നെ കൊലയാളി എന്ന് വരെ പറഞ്ഞുണ്ടാക്കി ജീവിക്കാൻ അനുവദിക്കാത്ത വിധം അന്ന് എൻ്റെ ലൈഫ് വെച്ച് കളിച്ചോ, നിങ്ങളെ വിഡ്ഢിയാക്കി പണം ഉണ്ടാക്കാനുള്ള ഓരോരോ നീക്കങ്ങൾ എന്ത് വിധി. എന്തായാലും മെഹനാസ് ഈ സ്റ്റോറിയിൽ പറഞ്ഞിട്ടുള്ളത്, ഖാദർ കരിപ്പൊടി അവരുടെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതൊക്കെ വെറുതെ ഉണ്ടാക്കി പറയുന്നതെന്നാണ് എന്നൊക്കെയാണ് മെഹനാസ് പറയുന്നത്. അപ്പോൾ ഈ റിഫയുടെ കേസ് വന്നപ്പോൾ റിഫയുടെ കേസിലൊക്കെ ഖാദർ കരിപ്പൊടി മുൻപിൽ നിന്നു എന്നുള്ളൂ, അല്ലാതെ ഈ കേസൊക്കെ മെഹനാസിൻ്റെ തലയിൽ കെട്ടിവെച്ചത് ഖാദർ കരിപ്പൊടിയാണ് എന്നൊക്കെയാണ് മെഹനാസ് പറയുന്നത്. അതൊന്നും ഒട്ടും ശരിയല്ല. മെഹനാസിൻ്റെ ഭാര്യക്ക് എന്തോ മർദ്ദനം ഏറ്റിട്ടുണ്ട് എന്ന് കരിപ്പൊടിയോട് ആരോ പറഞ്ഞു. അത് ഖാദർ കരിപ്പൊടി നമ്മളോടൊക്കെ ഷെയർ ചെയ്തു എന്നുള്ളൂ. ഇതുപോലെ തന്നെ മർദ്ദനം ഏറ്റിട്ടുണ്ട് എന്ന് അന്നയുടെ ബന്ധുക്കളൊക്കെ പറയുകയുണ്ടായി. നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചു എന്നുള്ളൂ ഖാദർ കരിപ്പൊടി. അവരെ സപ്പോർട്ട് ചെയ്തിട്ട് പറയുകയല്ല. എന്തായാലും മെഹനാസ് ഇനിയിപ്പോൾ ഈ സ്റ്റോറി ഇടാനുള്ള കാരണം മെഹനാസിൻ്റെ വീഡിയോസിലൊക്കെ ഇപ്പോൾ വ്യൂസൊക്കെ വളരെ കുറവാണ്. ഇനിയിപ്പോൾ വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പുതിയ തന്ത്രമാണെന്നൊന്നും അറിയില്ല. അവർ തമ്മിൽ പിരിഞ്ഞിട്ടില്ല എന്നാണ് മെഹനാസ് വീണ്ടും സ്റ്റോറി ഇട്ടിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അവർ തമ്മിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് ചെയ്യാതിരിക്കുക. അവരുടെ മരണം കഴിഞ്ഞ സമയത്ത് മരിച്ചു കിടക്കുന്ന ഒരാളെ വെച്ചിട്ടാണ് ലൈവ് ഇട്ടത് മെഹനാസ്. എന്തായാലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. എന്തായാലും ഇപ്പോൾ ചെറിയ കാര്യങ്ങൾ കൊണ്ട് ഇപ്പോൾ ആൺകുട്ടികൾക്ക് പെണ്ണിനെ കിട്ടാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ നമ്മളെ കേരളത്തിൽ. എന്തായാലും മെഹനാസ് ഈ ഒരു സ്റ്റോറി ഇട്ടിട്ടില്ലെങ്കിൽ ഇതുപോലൊരു പ്രശ്നം സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുകയില്ല എന്ന് ഉറപ്പാണ്. നമ്മളെ വീട്ടിൽ നടക്കുന്ന ചെറിയ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് അത് കാണിച്ച് കൂട്ടുന്ന പരിപാടി ഇനിയെങ്കിലും ഒന്ന് നിർത്താൻ നോക്കുക. അല്ലെങ്കിൽ ഇതുപോലുള്ള സാഹചര്യങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും. എന്തായാലും അവരുടെ ലൈഫ് നന്നായി പോട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്.